അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ പൂച്ചയെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? പൂച്ചയെ ഇഷ്ടപ്പെടുന്നവരും പൂച്ചയെ വളർത്തുന്നവരൊക്കെയാണ് നമ്മൾ അധികം ആളുകളും. പൂച്ചയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൂച്ചയെ അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ അങ്ങനെ പൂച്ചയെ കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? നല്ല വ്യാഖ്യാനമാണോ, മോശമായ വ്യാഖ്യാനമാണോ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഷെയ്ഖ് ഇമാം മൂസ ദമീരി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു, ഒരാൾ സ്വപ്നത്തിൽ പൂച്ചയെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സംരക്ഷകനായ സേവകനായ ഒരാൾ എന്നാണ്, ഹാദിമായ ഒരാൾ എന്നാണ്. മനസ്സിലായില്ലേ? ഇനി പൂച്ചയെ കണ്ടത് നല്ല രൂപത്തിലും മോശ രൂപത്തിലും ആയിട്ടാണെങ്കിൽ, നാവൽസി എന്നവർ പറയുകയാണ്, ഒരാൾ പൂച്ചയെ കണ്ടത് നല്ല രൂപത്തിലാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം സന്തോഷമെന്നും, അക്രമിയായിട്ടാണ് പൂച്ചയെ കണ്ടതെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി ഭയങ്കര അക്രമമായിട്ടാണ് കാണുന്നതെങ്കിൽ, കൂടുതലായിട്ട് ആക്രമിക്കുന്നതായ ഒരു പൂച്ചയാണ് കാണുന്നത്, ദേഷ്യപ്പെട്ട പൂച്ചയാണ് കാണുന്നതെങ്കിലോ കൂടുതൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രൊട്ടക്ഷൻ തരുന്ന ഒരാൾ, അതായത് പൂച്ചയെ സ്വപ്നം കണ്ടാൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന സേവകനായ ഒരാൾ എന്നാണ് വ്യാഖ്യാനം. പിന്നെ പൂച്ചയെ നല്ല രൂപത്തിൽ കണ്ടാൽ അത് സന്തോഷം, ഇനി അക്രമിയായിട്ടാണ് കണ്ടതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ബുദ്ധിമുട്ടും, ഇനി കൂടുതൽ അക്രമകാരിയായിട്ടാണ് പൂച്ചയെ കണ്ടതെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടും എന്നാണ് നമുക്ക് മഹാനവറുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മൂസ ദമീരി പറഞ്ഞത് പൂച്ചയെക്കുറിച്ചും, പിന്നെ പൂച്ചയെ നല്ല രൂപത്തിലും മോശമായ രൂപത്തിലും കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് മഹാനായ നാബൽസി എന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആലയെ വഴിപ്പെട്ട് മഹാന്മാർ, ലോകത്തിൻ്റെ നായകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.